team. നമ്മൾ കണ്ടത് ഇതിഹാസങ്ങളിലെ ആ സാംസണിനെയാണ്. അനായാസം അതിർത്തികൾ കടക്കുന്ന, വായുവിൽ മായാജാലം തീർക്കുന്ന ഒരു പോരാളിയെ. ജന്മനാ ലഭിച്ച കലർപ്പില്ലാത്ത പ്രതിഭയുടെ പര്യായമെന്ന് ലോകം അവനെ വിളിച്ചു. അവൻ ബാറ്റ് വീശുമ്പോൾ ആ ഭംഗി കണ്ട് നാം അത് വിശ്വസിക്കുകയും ചെയ്തു. പക്ഷേ സഞ്ജു അല്ലാതെ ആരുണ്ട് മലയാളിയായി ആ ടീമിൽ? അതുപോട്ടെ, എത്ര മാതാപിതാക്കൾ അഭിമാനം കൊള്ളും മക്കൾ സ്പോർട്സുകാരായാൽ. ഇന്ത്യൻ ഇടത്തരക്കാരുടെ ജീവിതത്തിൽ സ്വപ്നങ്ങൾക്ക് കൃത്യമായ അതിരുകളുണ്ട്. പഠനം, സുരക്ഷിതമായ ഒരു ജോലി, ഒതുങ്ങിയ ജീവിതം. ഇതിനപ്പുറം സ്പോർട്സ് എന്നത് ഒഴിവ് സമയങ്ങളിലെ ഒരു വിനോദം മാത്രമാണ്. കളിച്ചു നടന്നാൽ ജീവിതം തുലയുമെന്ന് വിശ്വസിച്ചിരുന്ന ഒരു സമൂഹത്തിന് മുന്നിലേക്കാണ് സാംസൺ വിശ്വനാഥ് എന്ന അച്ഛൻ ഡൽഹി പോലീസിലെ തൻ്റെ സുരക്ഷിതമായ ജോലി വലിച്ചെറിഞ്ഞ് മകന്റെ കൈപിടിച്ച് വിഴിഞ്ഞത്തെ കടൽ തീരത്തേക്ക് വണ്ടി കയറിയത്. അതൊരു അച്ഛൻ്റെ വെറും വാശിയായിരുന്നില്ല. ഒരു ശരാശരി ഇന്ത്യൻ കുടുംബത്തിന്റെ സാമ്പത്തിക സുരക്ഷിതത്വത്തെ മുഴുവൻ മകന്റെ കയ്യിലുള്ള ഒരു ക്രിക്കറ്റ് ബാറ്റിലേക്ക് ചുരുക്കിയ വൈകാരികമായ ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു അത്. അന്ന് കേരളത്തിൽ മികച്ച കായിക അടിസ്ഥാന സൗകര്യങ്ങളോ പ്രതിഭകളെ വളർത്തിയെടുക്കാനുള്ള ഗ്രാസ് റൂട്ട് ട്രെയിനിങ് സംവിധാനങ്ങളോ ഉണ്ടായിരുന്നില്ല. ഒരു അച്ഛൻ സ്പോർട്സ് മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ അഭാവത്തിൽ അന്ന് ആ അച്ഛൻ മകനോട് പറഞ്ഞു, നീ ബാറ്റ് ചെയ്യുക, ബാക്കി ഞാൻ നോക്കാം. ഒരു സിസ്റ്റം ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തം മുഴുവൻ ഒരു അച്ഛൻ്റെ ചുമരിലേക്ക് വീണതിൻ്റെ വൈകാരികമായ നേർക്കാഴ്ചയായിരുന്നു ആ നാളുകൾ. അറിയപ്പെടുന്ന താരമാണ്. പക്ഷേ ഈ ജീവിതം നമ്മോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. എക്കാലവും അച്ഛന്മാർക്ക് തങ്ങളുടെ ജീവിതം പണയം വെച്ച് മക്കളെ കളിപ്പിക്കാൻ സാധ്യമാകുമോ? സ്പോർട്സ് എന്നത് കേവലം വിനോദമല്ല, അതൊരു വലിയ വ്യവസായവും സാമ്പത്തിക മേഖലയുമാണ്. പ്രതിഭയുള്ള ഒരു കുട്ടിക്ക് വളർന്നു വരാൻ അവൻ്റെ മാതാപിതാക്കളുടെ ബാങ്ക് ബാലൻസോ അച്ഛൻ്റെ ജീവിതത്യാഗമോ ആകരുത് മാനദണ്ഡം. മറിച്ച് അവനെ ചേർത്ത് പിടിക്കുന്ന ഒരു കായിക സംസ്കാരം ഇവിടെ ഉണ്ടാകണം. മഴയത്തെ ചെളി നിറഞ്ഞ പാടങ്ങളിൽ കാൽപന്ത് കളിയെയും നാട്ടിൻ പുറത്തെ മങ്ങിയ വെളിച്ചത്തിലെ വോളിബോൾ ആവേശത്തെയും വെറുതെ പ്രണയവൽക്കരിക്കുന്നതിനപ്പുറം ഇന്നത്തെ കായിക ലോകം കോടികൾ മറിയുന്ന കൃത്യമായി ശാസ്ത്രീയ അടിത്തറയുള്ള ഒരു വലിയ സാമ്പത്തിക വ്യവസ്ഥയാണെന്ന നഗ്ന സത്യം നമ്മൾ ഇന്ത്യക്കാരും പ്രത്യേകിച്ച് മലയാളികളും തിരിച്ചറിയേണ്ടതുണ്ട്. മലപ്പുറത്തെ സെവൻസ് മൈതാനങ്ങളിലും കോഴിക്കോട്ടെ കോർട്ടുകളിലുമുള്ള ആ പ്രതിഭകൾ കേവലം ഒരു ജീവിതമാർഗം തേടി കളി മതിയാക്കുമ്പോൾ നാം എന്നേക്കുമായി നഷ്ടപ്പെടുത്തുന്നത് നമ്മുടെ വലിയ ഒളിമ്പിക് സ്വപ്നങ്ങൾ കൂടിയാണ്. കാരണം ലോകവേദികളിലെ ഒളിമ്പിക്സ് മെഡലുകൾ വെറും ചോരത്തിളപ്പ് കൊണ്ടുണ്ടാകുന്നതല്ല, മറിച്ച് 5 വയസ്സ് മുതൽ ഒരു കുട്ടിയെ വാർത്തെടുക്കുന്ന ഗ്രൗണ്ട് റൂട്ട് സിസ്റ്റം, ബയോമെക്കാനിക്സ്, സ്പോർട്സ് സൈക്കോളജി, കൃത്യമായ കോർപ്പറേറ്റ് നിക്ഷേപങ്ങൾ എന്നിവ കൊണ്ടാണ് നിർമ്മിക്കപ്പെടുന്നത്. യൂറോപ്യൻ മാതൃകയുള്ള ക്ലബ് സംവിധാനങ്ങളും താഴെത്തട്ടിലുള്ള പ്രൊഫഷണൽ ലീഗുകളും ഇവിടെ വളർന്നു വന്നാൽ മാത്രമേ ഇത് സാധ്യമാകൂ. ഒരു കായിക താരം സ്വന്തം സിസ്റ്റത്തോട് തന്നെ ഒറ്റയ്ക്ക് പൊരുതി നേടുന്ന വിജയങ്ങൾക്ക് പകരം സിസ്റ്റം ആ താരത്തിന് വേണ്ടി പൊരുതുന്ന സ്പോർട്സ് വലിയൊരു വ്യവസായവും സുരക്ഷിതമായ കരിയറുമായി മാറുന്ന ഒരു പുതിയ കായിക സമ്പദ് വ്യവസ്ഥ നമ്മുടെ മണ്ണിൽ വേരുറപ്പിക്കേണ്ടതുണ്ട്. ഒന്നിലധികം സഞ്ജുമാർ വേണ്ടേ നമുക്ക് എല്ലാ സ്പോർട്സിലും?